അപ്പോൾ നമ്മളിന്ന് ഫിക്സർ ഓർഡർ സെറ്റ് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാൻ ഒരു 20 LED പാർ ബിഗ് ടിപ്പറിൻ്റെ LP001 എന്ന മോഡലിൻ്റെ 20 LED പാർ ഞാൻ ഇവിടെ പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ്, നമുക്ക് 2 ഗ്രൂപ്പ് നമ്മൾ ഈ 20 LED പാർ ലൊക്കേറ്റ് ചെയ്താൽ ഞാൻ മുകളിലൊരു 10 LED പാർ, താഴെ ഒരു 10 LED പാറാണ് വിഷ്വലൈസറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഗ്രൂപ്പ് ആഡ് ചെയ്യണം. നമ്മൾ ഇങ്ങനെ ഈ മുകളിലത്തെ ഒരു 10 LED പാർ കണ്ടോ, സെലക്റ്റായി. നമുക്കൊരു ഗ്രൂപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഗ്രൂപ്പ് ലെജൻഡ്, നമുക്കൊരു പേര് ടോപ്പ് LED നോക്കാം. ടോപ്പ് LED. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ താഴത്തെ LED പാർ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്താണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ബേസ് LED എന്നാണ്, ബേസ് LED. ഓക്കെ 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 അല്ലേ. ഞാൻ 2 ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ള് ഡ്രാഗ് ചെയ്യാം. ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ ഓക്കെ. എന്നിട്ട് വീണ്ടും ഒരു ഗ്രൂപ്പ് ഞാൻ പക്ഷേ ആൾ LED എന്ന് കൊടുത്തു. ആൾ LED. ഓക്കെ, ഞാൻ എക്സിറ്റ് ക്ലിയർ അടിക്കുകയാണ്. കീബോർഡ് മാറ്റും. ഓക്കെ, ഇനി ഞാൻ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാണ്. ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ടോപ്പ് LED സെലക്ട് ചെയ്തു. ടോപ്പ് സെലക്ട് ചെയ്യുമ്പോൾ മുകളിലത്തെ സെലക്റ്റായി. നമ്മളെ ഇവിടെ വിഷ്വലൈസറിൽ ലൊക്കേറ്റ് ചെയ്താൽ വന്നു. ഇനി നമ്മൾ എക്സിറ്റ് ചെയ്തു. നമ്മൾ വീണ്ടും ബേസ് LED താഴത്തെ സെലക്റ്റായി ലൊക്കേറ്റ് അടിച്ചു. ഓക്കെ, ഇനി ആൾ LED സെലക്ട് ചെയ്തു, ലൊക്കേറ്റ് അടിച്ചു. കണ്ടല്ലോ. ഇനി നമ്മൾ ഇതിൻ്റെ എങ്ങനെ നമ്മൾ ഓർഡറിൽ നമ്മൾ എടുക്കണേന്ന്. അപ്പം നമുക്ക്, ഞാനിപ്പോൾ ഒരു ഉദാഹരണം, ഞാൻ ഇത്ര LED പാർ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ സെലക്ട് ചെയ്തത്, ഡ്രാഗ് ചെയ്ത് 1 2 3 4 5 6 ഇങ്ങനെയാണ് ഞാൻ ഡ്രാഗ് ചെയ്ത്. ഇങ്ങനെ ഒന്നുകൂടെ കാണിച്ചില്ല. നമ്മൾ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഞാൻ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ലൊക്കേറ്റ് അടിച്ചു. ഞാൻ ഒരു ഷേപ്പ് കൊടുത്തു. ഷേപ്പ് ജനറേറ്റർ അടിച്ചു. ക്രിയേറ്റ് ഡിമ്മർ പസിൽ കൊടുത്തു. നമ്മൾ 10 LED പാറാണേ. അപ്പോൾ നമ്മൾ സ്പ്രെഡ് ഞാൻ 2 ആക്കി. 10 എടുക്കുക. സ്പ്രെഡ് ഒരു 10 അല്ലെങ്കിൽ 10. ആ ഷേപ്പ് പോകുന്നുണ്ടോ? നമ്മൾ എങ്ങനെയാണോ ഡ്രാഗ് ചെയ്ത് ആ രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ അടുത്തൊരു ഉദാഹരണം നോക്കണേ. എക്സിറ്റ് ചെയ്തു. 1 സെലക്ട് ചെയ്തു. അടുത്ത് ഞാൻ 10 സെലക്ട് ചെയ്തു. അടുത്ത് 2 സെലക്ട് ചെയ്തു. അടുത്ത് 9 3 6 4 7 5 1 ഇങ്ങനെ സെലക്ട് ചെയ്തു. ലൊക്കേറ്റ് അടിച്ചു. അടുത്ത് നമ്മൾ ഷേപ്പ് കൊടുത്ത് ഷേപ്പ് ജനറേറ്റർ, ക്രിയേറ്റ് ഡിമ്മർ പസിൽ, സ്പ്രെഡ് നമ്മൾ വീണ്ടും 10. കണ്ടോ, വേറൊരു ഓർഡർ അല്ലേ. കണ്ടോ, ഓർഡർ വ്യത്യാസം കണ്ടോ. ഇങ്ങനെ നമുക്ക് ഓർഡറായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും മാനുവലായിട്ട്. ഇനി നമുക്ക് ഈ ഗ്രൂപ്പ് നമ്മൾ ആഡ് ചെയ്തല്ലോ. ഇപ്പം ഗ്രൂപ്പിൻ്റെ ഓർഡർ എങ്ങനെയാണ് നമുക്ക്, ഇപ്പം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആൾ സെലക്ട് ആവും. ഇതിനെ നമുക്കൊരു ഫിക്സഡ് ഓർഡർ ആക്കാം, ഈ ടോപ്പ്. അപ്പോൾ ഞാൻ ഉദാഹരണം, ഞാനിത് ഗ്രൂപ്പ് സെലക്ട് ചെയ്തു. ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പിൻ്റെ ഇവിടെ ഈ വർക്ക് സ്പേസ് ഗ്രൂപ്പിൽ ഈ ടോപ്പ് LED സെലക്ട് ചെയ്തു. അത് മേളിൽ സെലക്റ്റായി. ഇനി നമുക്ക് ഇവിടെ കണ്ടോ, ഫിക്സർ ഓർഡർ ഇതിൽ സെലക്ട് ചെയ്യണം. ഫിക്സർ ഓർഡർ സെലക്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ നമ്മൾ ഈ ഓർഡർ കിടക്കുന്നത് 1 2 3 ഇങ്ങനെയാണ്. കണ്ടോ, ഓർഡർ കറക്റ്റാണ്. അടുത്ത് നമ്മൾ വീണ്ടും ഗ്രൂപ്പ് അടുത്ത് സെലക്ട് ചെയ്തു, ഫിക്സർ ഓർഡർ നോക്കി, വീണ്ടും 1 2 3 4 5 6 7. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് 2 രൂപ. അടുത്ത ഒരു LED പാർ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഡ്രാഗ് ചെയ്യാണ്. ഡ്രാഗ് ചെയ്തിട്ട് ഒരു പുതിയ ലെജൻഡിൽ പുതിയ പേര് LED കൊടുത്തു.
ഓക്കെ, എക്സിറ്റ് ക്ലിയർ അടിച്ചു. ഞാൻ ഗ്രൂപ്പ് പ്രസ് ചെയ്തു. ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഫിക്സഡ് ഓർഡർ സെലക്ട് ചെയ്തപ്പോൾ കണ്ടോ 1 2 3 4 5 ഇവിടെ നിന്ന് അങ്ങോട്ടാണ് സെലക്ട് ചെയ്തത്. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഓൾറെഡി ഇത് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ടോപ്പ് LED ഫിക്സഡ് ഓർഡർ ഓക്കെ ഇതാ 1 2. ഇപ്പം നമുക്കത് മാറ്റിയിട്ട് വേറെ രീതിയിൽ ഇപ്പം ഓർഡർ വേറെ രീതിയിലാക്കണം. ഇപ്പം നമുക്കിവിടെ 1 2 3 4 ഇപ്പോൾ 1 ഇവിടെയാണെങ്കിൽ 2 നമുക്ക് ഇവിടെ ആക്കണം. അപ്പോൾ ഇവിടെ 2 കീബോർഡിൽ 2 പ്രസ് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്താൽ 2 ആവും. 3 പ്രസ് ചെയ്തിട്ട് ഇത് ഓക്കെയാണ്, ഇവിടെയും 3 അടിക്കാം. 4 5 കണ്ടോ. എക്സിറ്റ് ക്ലിയർ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഗ്രൂപ്പ് ടോപ്പ് എടുത്തുന്നു, ഫിക്സഡ് ഓർഡർ. ഇപ്പോൾ കണ്ടോ 1 2 3 ഇവിടെ 3 ഒരു വേറെ രീതിയിൽ നമുക്ക് ഓർഡറിലേക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം ഞാൻ LED സെലക്ട് ചെയ്തു. അപ്പോൾ LED അതിന് മുന്നേ LED ഓർഡർ എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് LED സെലക്ട് ചെയ്തു, ഫിക്സഡ് ഓർഡർ ഉണ്ടോ 1 2 3 4 5 ഇതിൻ്റെ 10 വീണ്ടും 11 12. അപ്പോൾ ഇതിന് നമുക്കൊരു ഷേപ്പ് ഇട്ട് നോക്കാമേ. നമുക്കതിന് ഷേപ്പ് LED സെലക്ട് ചെയ്യുന്നു, ലൊക്കേറ്റ് അടിക്കുന്നു, ഷേപ്പ് കൊടുക്കുന്നു, ഷേപ്പ് ജനറേറ്റ് അടിക്കുന്നു, ക്രിയേറ്റ് ഡിമ്മർ പസിൽ കൊടുത്തു. അപ്പോൾ നമ്മൾ 20 പാറല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 20 ഉണ്ടേ, നമ്മൾ 20 കണ്ടടിക്കുന്നു. സ്പ്രെഡ് കണ്ടോ, ഇവിടെ കഴിഞ്ഞ് താഴോട്ട് പോകുന്ന ഒരു കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഷേപ്പ്. നമുക്ക് ഓർഡർ മാറ്റിയിട്ട് നമുക്ക് ഈ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്യാം. നമ്മൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു, LED എടുക്കുന്നു, ഫിക്സഡ് ഓർഡർ. അപ്പം താഴെ നമുക്ക് 1 കൊണ്ടുവരാം. 1 2 3 4 5 6 7 8 9 10 കണ്ടോ. ഇപ്പം മേളിലും താഴെ ഓരോന്ന് വെച്ചാണ് നമ്മൾ എക്സിറ്റ് ക്ലിയർ അടിക്കുന്നു, നമ്മുടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ലൊക്കേറ്റ് അടിക്കുന്നു. നമ്മൾ ഒരു ഷേപ്പ് ഡിമ്മർ ഷേപ്പ് പസിൽ നമ്മുടെ ഫിക്സഡ് ഓർഡർ 10 എണ്ണേ കൊടുത്തുള്ളൂ. നമ്മൾ 10 നമ്മൾ സ്പ്രെഡിലൊരു 10 എൻ്റർ അടിച്ചു കണ്ടോ. ആ ഒരു രീതിയിലായിരിക്കും കണ്ടോ ഡിമ്മർ ഇടാൻ. ഇപ്പോൾ ഫിക്സഡ് ഓർഡർ എന്ന് പറയാൻ നമ്മൾ ഏതാണോ എങ്ങനെയാണോ സെലക്ട് ചെയ്യണത് നമുക്ക് ആ രീതിയിൽ നമ്മുടെ ഷേപ്പും നമ്മളെ ഡിമ്മർ ഷേപ്പ് നമ്മളെ ഷേപ്പ് ജനറേറ്റർ ആ രീതിയിലാണ് വർക്കാവുന്നത്. ഓക്കെ, ഒരു കളർ കൊടുത്ത് കണ്ടോ. നമുക്ക് ഡയറക്ഷൻ മാറ്റണമെങ്കിൽ ഡയറക്ഷൻ മാറ്റാം. ഇതാക്കാം, ഉണ്ടോ. ഇനി വേറെ രീതിയിൽ നമുക്കൊരു ആദ്യം ഇവിടെ നിന്ന് അങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഓക്കെ, സെലക്ട് ചെയ്ത് ലൊക്കേറ്റ് ചെയ്തു, ഷേപ്പ് ഇട്ട് നോക്കാമേ. ക്രിയേറ്റ് ഡിമ്മർ പസിൽ കണ്ടോ. നമ്മൾ ഈ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഫിക്സർ സെലക്ട് ചെയ്യണത് നമ്മൾ ആ രീതിയിലേക്ക് നമ്മുടെ ഷേപ്പ് എല്ലാം വർക്കാവുന്നത്.
ഈ ഫിക്സ് റോഡ് നമ്മുടെ വർക്ക് ലൈവ് ഷോയിൽ മെയിനാണ് കേട്ടോ. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഫിക്സ് റോഡ് കറക്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷേപ്പൊക്കെ നല്ല മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫിക്സ് റോഡൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് നമ്മൾ പ്ലേ ബാക്കിൽ ഓവർലാപ്പിംഗ് ചെയ്യുമ്പോഴാണ്. ഇതാ ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്തു, നമ്മളൊരു ലൊക്കേറ്റ് അടിച്ചു, റെക്കോർഡ് ചെയ്തു, നമ്മൾ ഒന്നാമത്തെ ഫയലിൽ സേവ് ചെയ്തു. നമുക്കതിനെ ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡിലേ ടൈം 2, ഫേഡ് ടൈം 2, ഈ ഫിക്സർ ഓവർലാപ്പ് ഒരു 50% എൻ്റർ അടിച്ചു. നമ്മളടുത്ത് ഈ പ്ലേ ബാക്ക് ഫേഡ് പൊക്കുമ്പോൾ നോക്കണേ, നോക്കിയോ 2 സെക്കൻഡിൽ ഇങ്ങനെ വരും. ഇതൊരു ഓവർലാപ്പിംഗ് സെറ്റപ്പാണ്. ഇനി നമുക്ക് ഫിക്സർ ഓർഡർ ഒന്ന് മാറ്റിയിട്ട് വേറെ രീതിയിൽ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ അടുത്തൊരു ഫിക്സർ ഓർഡർ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു, ആൾ സെലക്ട് ചെയ്യുന്നു, ഫിക്സർ ഓർഡർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇവിടെ നമ്മൾ ഇവിടെയും ഒന്ന് കൊടുക്കുകയാണേ. ഇവിടെ 2, ഇവിടെ 3, 4, 5. ഓക്കെ, ഇവിടെ 1 ഓർഡർ കൊടുത്തു, ഇവിടെ 1 കൊടുത്തു, 2, ഇവിടെ 2, ഇങ്ങനെ കൊടുത്തു നമ്മളിങ്ങനെ വരാൻ വേണ്ടി. ഓക്കെ, നമുക്കൊന്ന് ലൊക്കേറ്റ് ചെയ്തു, റെക്കോർഡ് കൊടുത്തു, ഈ ഫീൽഡർ സേവ് ചെയ്തു, ക്ലിയർ അടിച്ചു. നമ്മൾ വീണ്ടും സെലക്ട് ചെയ്യുന്നു, ഡിലേ ടൈം 2, ഫീൽഡ് ടൈം 2, ഓവർലാപ്പ് ഒരു 50. നമ്മൾ വേണ്ടത് പെട്ടെന്ന് നോക്കിയോ കണ്ടോ. നമ്മുടെ ഒന്നുകൂടെ ഒരു 10 ഷാർപ്പ് എടുപ്പ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഷാർപ്പ് ഇവിടെ ആയിട്ടുണ്ട്. നമ്മുടെ നമുക്ക് ഷാർപ്പി ഒരു ഗ്രൂപ്പാക്കാം. ഷാർപ്പി നമുക്കിവിടെ നമുക്ക് വിഷ്വലൈസറില്ലേ ഓക്കെ, നമുക്ക് ഷാർപ്പി ലൊക്കേറ്റ് ചെയ്തു. നമുക്ക് ഷാർപ്പി ഒന്നുകൂടെ ഒന്ന് വലുതാക്കാം. ഷാർപ്പിക്ക് നമുക്ക് ഷാർപ്പ് ലൊക്കേറ്റ് ചെയ്തു. ഓക്കെ, നമുക്കിനി ഈ ഫിക്സർ ഓർഡറിൽ നമ്മൾ ഈ ഫിക്സർ ഓർഡർ നോക്കാം. ഷാർപ്പിയുടെ ഗ്രൂപ്പ് ഫിക്സർ ഓർഡർ സെലക്ട് ചെയ്തു. കണ്ടോ, 1, 2, 3, 4 ഒരേ ലെവലാണ്. നമുക്ക് ഷാർപ്പി കൂടെ നമുക്കൊന്ന് ലൊക്കേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് ഓവർലാപ്പ് കൊടുത്തു നോക്കാം. കോഡ് കൊടുത്തു, ഫീൽഡ് ടൈം 2 സെക്കൻഡ്, 2, ഓവർലാപ്പ് 50. കണ്ടില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഫേഡ് ഈ ഫാൻ ബട്ടണും നമ്മുടെ ഫിക്സർ നമ്പർ തമ്മിലുള്ള ഒരു ഉദാഹരണം പറഞ്ഞുതരാമേ. ഷാർപ്പ് ലൊക്കേറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് ഫാൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാമേ. ഫാൻ ബട്ടൺ കണ്ടോ, നമുക്ക് സെൻട്രലാക്കി. നമ്മൾ ഫിക്സർ ഓർഡർ കറക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഒരേ ലെവലിൽ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ലെവൽ വന്നത്. കേട്ടോ, അങ്ങനെയൊക്കെ ആക്കാൻ പറ്റും. ഇനി നമ്മൾ ഫിക്സർ ഓർഡർ മാറിക്കിടക്കുകയാണെങ്കിൽ വാങ്ങിക്കും. ഇപ്പോൾ ഫിക്സർ ഓർഡർ നമ്മൾ ഫിക്സർ ഓർഡർ നമ്മളിങ്ങനെ 1, 2, 3 അല്ലേ. അപ്പോൾ 1, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4,
ഇങ്ങനെയാണ് ഓർഡർ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഫാൻ ബട്ടൺ എങ്ങനെ വർക്ക് ചെയ്യണം നോക്കാമേ. ഷാർപ്പ് ലൊക്കേറ്റ് ചെയ്തു, സെൻറ്റർ കൊണ്ടുവന്നു. ഓക്കെ, ഇനി നമ്മൾ ഫാൻ ബട്ടൺ പ്രസ് ചെയ്യും. ഫാൻ ബട്ടൺ പ്രസ് ചെയ്യണം. കണ്ടോ, വേറെ ലുക്കിലേക്കാണ് പോകുന്നത്. കണ്ടോ ഒരു കറക്റ്റായിട്ടുള്ള ഫാൻ വർക്കാവുന്നില്ല. ഈ ലുക്കിലൊക്കെ ആക്കണമെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം. കണ്ടോ, ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഫിക്സഡ് ഓർഡർ സെറ്റ് ചെയ്യുമ്പോൾ ഫാൻ ബട്ടൺ നമുക്ക് ഓവർലാപ്പ് നമ്മൾ കറക്റ്റായിട്ടുള്ള ഓർഡർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്ത് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മുടെ സെറ്റപ്പ് ആക്കാൻ പറ്റും. ഓക്കെ.